ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. വിവാഹം കഴിഞ്ഞ് ഇത്രയും ദിവസമായിട്ടും രാജുവും ഋതികയും എങ്ങോട്ടേക്കും യാത്രയൊന്നും പോകാത്തത് കൊണ്ട് തന്നെ അവരെ എങ്ങോട്ടെങ്കിലും യാത്ര അയക്കാനായി മുൻകൈ എടുത്തുകൊണ്ട് വരികയാണ് സരസ്വതി തമ്പുരാട്ടി. എന്താണെങ്കിലും നിങ്ങളുടെ യാത്ര അധികം ദൂരേക്കൊന്നും വേണ്ട, നമുക്ക് നമ്മുടെ തറവാട്ടിലേക്ക് തന്നെ പോകാം ആദ്യം എന്ന് പറഞ്ഞുകൊണ്ട് രാജുവിനെ ഋതികയും സൂര്യമംഗലം തറവാട്ടിലേക്ക് അയക്കുകയാണ് സരസ്വതി തമ്പുരാട്ടി. സന്തോഷത്തോടെ രാജുവും ഋതികയും തറവാട്ടിലേക്ക് യാത്ര തിരിക്കുന്നതാണ് കാണിക്കുന്നത്. അവിടെ ചെല്ലുമ്പോൾ തന്നെ അവരെ രണ്ടിനെയും എല്ലാവരും സന്തോഷത്തോടെയും സ്നേഹത്തോടെയും തന്നെ അകത്തേക്ക് സ്വീകരിക്കുന്നു. യുവരാജകുമാരനും യുവരാജകുമാരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവരെ രണ്ടുപേരെയും ഹാരങ്ങൾ നീച്ചാണ് അകത്തേക്ക് സ്വീകരിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് തറവാടിനകമെല്ലാം ചുറ്റിക്കാണുന്ന രാജുവിനെയും ഋതികയുമാണ്. തുടർന്ന് ഋതികയുടെ മുത്തശ്ശന്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ പൂക്കൾ സമർപ്പിക്കുകയാണ് തമ്പുരാട്ടി രാജുവിനെ കൊണ്ട്. അതേസമയം അവിടുത്തെ കാര്യസ്ഥൻ വന്ന് പത്മാവതിയുടെ കാര്യങ്ങൾ തിരക്കുമ്പോൾ സരസ്വതി പറയുകയാണ്, എന്റെ മകളെ കണ്ടിട്ട് ഇന്നേക്ക് 20 വർഷങ്ങളാകുന്നു. ഈ 20 വർഷത്തിനിടയിൽ ഞാൻ ഒരിക്കൽ പോലും ദൂരെ നിന്ന് പോലും എന്റെ മോളെ കണ്ടിട്ടില്ല. അത്രയും പറഞ്ഞുകൊണ്ട് തമ്പുരാട്ടി പത്മാവതി പ്രതാപവർമ്മയെ കല്യാണം കഴിച്ചുകൊണ്ട് തറവാട്ടിലേക്ക് വന്ന കാര്യങ്ങളെല്ലാം തന്നെ ഓർക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് പത്മാവതിയുടെ മുറി പൂട്ടിയിട്ടിരിക്കുന്നതാണ്. ആ മുറിയുടെ വാതിൽക്കൽ ചെന്നുകൊണ്ട് സംശയത്തോടെ നിൽക്കുകയാണ് ഋതിക. സൂര്യമംഗലം തറവാട്ടിൽ നിന്നും തിരിച്ചു പോരുമ്പോഴേക്കും പത്മാവതിയെക്കുറിച്ചുള്ള രഹസ്യങ്ങളുടെ ചുരുളഴിക്കാൻ ഋതികയെ കൊണ്ട് സാധിക്കുമോ? വരും എപ്പിസോഡുകളിൽ കാത്തിരുന്നു കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.